ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ്. ഓക്കെ, ഞാൻ ലൈവിൽ വരാത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇൻവോൾവ്മെൻ്റ് ആയിപ്പോയി, കുറച്ച് തിരക്കിലായിപ്പോയി. അതാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് വരാൻ, പക്ഷെ കഴിയണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോൾസ് ആണ്. സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോൾസ് ആണ്. തേർഡ് കാർഡ് വന്നത് മജീഷ്യൻ. 7 ഓഫ് സോൾസ്, ദ ഡബിൾ, കിങ് ഓഫ് പെൻറ്റിക്കിൾ, കിങ് ഓഫ് കപ്സ്, ജസ്റ്റിസ്, ബോട്ടം ഓഫ് ദ ടവർ ആണ് വരുന്നത്, ആൻഡ് 2 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് എടുക്കാം. ക്യൂൻ ഓഫ് സോൾസ് ആൻഡ് പേജ് ഓഫ് സോൾസ്. ക്യൂൻ ഓഫ് സോൾസ് പറഞ്ഞാൽ അവർ നിങ്ങളെ നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതേപോലെ നിങ്ങൾ അങ്ങോട്ടേക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ചിലത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇതും കൂടെ കാണിക്കുന്നത്, പക്ഷേ ഉള്ളിൽ പ്രണയമുണ്ട്, തുറന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ, അങ്ങനത്തെ എനർജിയും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈഗോ ക്ലോഷ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര ഈഗോ ഉള്ളൊരു നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നല്ലൊരു ഈഗോ ഉള്ള ആളായിരിക്കും. അയാളുടെ തോട്ടാണ് പറയുന്നത് കേട്ടോ. എയറാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, മിഥുനം, തുല, കുംഭം. ഇതിൽ പറയുന്നത് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ഭയങ്കര ഈഗോ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ഭയങ്കര ഈഗോപരമായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. പേജ് ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഓർമ്മകളിലാണ്, പക്ഷേ അവരെ ഓർമ്മകളിൽ അവർ ഫൈറ്റ് ചെയ്യാണ്, അതൊന്നും മാഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ പല കാര്യങ്ങളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ചിന്ത മായുന്നില്ല. അവർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ആ ചിന്ത അതൊന്നും മാഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അവർ. പക്ഷേ പിന്നെ ചിലവരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുകയും അവർ നിങ്ങളെപ്പറ്റിയുള്ള ചിന്തയും ഉണ്ട് എന്നുള്ള തോട്ടം കൂടെ ഉണ്ട് അവിടെ. ഓക്കെ, ഇത് മജീഷ്യനാണ്. ആ വ്യക്തി ഒരു മജീഷ്യനായിരിക്കും. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാം ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റിയൊരു കഴിവുള്ളൊരു വ്യക്തിയായിരിക്കാം. അയാളുടെ കയ്യിലെല്ലാം ഉണ്ട്. സോൾസ് ഉണ്ട്, കപ്സ് ഉണ്ട്, പെൻറ്റിക്കിളുണ്ട്, വാൺസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അയാൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അയാൾക്ക് നിങ്ങളിൽ നിന്ന് എല്ലാം നേടാനും നിങ്ങളോടുള്ള സന്തോഷപരമായിട്ടുള്ള ജീവിതം നേടാനും അതിനുള്ള എല്ലാ കഴിവുകളും ആ ഒരു വ്യക്തിക്കുണ്ട് എന്നാണ് പറയുന്നത്. അയാൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും, അയാൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ കഴിയുന്നൊരു വ്യക്തിയും കൂടാണ്. ഓക്കെ, 7 ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ എന്തോ മറച്ചു വെച്ചതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളോട് കാര്യങ്ങൾ കൂടുതലും തുറന്ന് പറയാതെ നിൽക്കുകയായിരിക്കും. അതാണ് ഇവിടെ ഈ കാര്യം സൂചിക്കുന്നത്. 7 ഓഫ് സോൾസ് നിങ്ങളിൽ മുറിവുണ്ടാക്കുന്ന കാര്യങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളോട് പറയാനോ അവർക്ക് താല്പര്യമില്ല, പക്ഷേ അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. മേ ബി ചിലപ്പോൾ തുറന്ന് പറയാൻ സാധ്യത ഉണ്ടായിരിക്കാം. എല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങളിലേക്ക് വരാനും സാധ്യത ഉണ്ട്. ഡബിൾ കാർഡ് എന്ന് പറഞ്ഞാൽ എന്തോ അഡിഷനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് അവർക്ക് എന്തെങ്കിലും ഹാബിറ്റ് അഡിഷൻസ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ പെട്ട് കിടക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ദ ഡബിൾ എന്ന് പറയുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ ദീർഘകാല ബന്ധം, പക്വത, വിശ്വാസം, നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു സുരക്ഷ വേണം. നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഒരു സുരക്ഷ വേണം. അതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തോട്ടം കൂടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ഭയങ്കര വിശ്വാസമായിരിക്കും അയാൾക്ക്. എല്ലാ കാര്യം തുറന്ന് പറയാനും എല്ലാ കാര്യം
സ്ട്രഗിൾ ചെയ്യുന്നതിനും എല്ലാത്തിനും നിങ്ങൾ സപ്പോർട്ടീവായിട്ട് പെരുമാറുന്ന ആ ഒരു കാര്യത്തെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ ഉള്ളിൽ എന്തോ ഹൈഡ് ചെയ്ത് വെച്ചത് ഇനി നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളതിന് പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. ഓക്കെ, കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലൊരു സ്റ്റാൻഡ് എടുക്കണം, ഇമോഷണൽ പരമായിട്ട് നിങ്ങളിലൊരു സ്റ്റാൻഡ് എടുക്കണം, നിങ്ങളിലേക്കൊരു കപ്പ് നീട്ടണം എന്നുള്ളൊരു തോട്ടും കൂടാണ്. ഓക്കെ, അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങളിലേക്ക് എന്താ പറയുക, യഥാർത്ഥ സ്നേഹം ആണ് സൂചിപ്പിക്കുന്നത്, പ്യുവർ ലവ്. ഇമോഷൻസ് പരമായിട്ട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണം എന്നുള്ളൊരു ഇതാണ്, നിങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് അവർ. ഓക്കെ, ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി കിട്ടണം എന്നുള്ളൊരു, യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നോ ഒരു നീതി കിട്ടണം എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്ക്. നിങ്ങൾ സത്യസന്ധതയിലും നീതിയിലും വിശ്വസിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ അല്പം നിയന്ത്രണമായിട്ട് പെരുമാറുക, അതായത് ചിലപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ. ഓക്കെ, ആ ഒരു കാര്യത്തിലൊക്കെ അവർ എന്താ പറയുക, ഭയങ്കര തെറ്റായ മാർഗ്ഗമാണല്ലോ ഞാൻ സ്വീകരിച്ചത് എന്നുള്ളൊരു തോട്ട്, അതിലെനിക്ക് നീതി കിട്ടണം അല്ലെങ്കിൽ അതൊരു നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു ഇതാണുള്ളത് അവർക്ക്. ഓക്കെ, പിന്നെ ലവിൽ സക്സസ് വേണമെന്നും, അതായത് സഹിഷ്ണുതയും ധാരണയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് നിലനിർത്തണമെന്നും അവരാഗ്രഹിക്കുന്നുണ്ട്. ടവർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളെ ചിന്തകളിലും വിശ്വാസങ്ങളിലും, അതായത് കഠിനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ച കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ നിയന്ത്രണം കൊണ്ടുവരാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. അതായത് സമയമാകുമ്പോൾ ഇതൊക്കെ നടക്കും, ആ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരും, നിങ്ങൾ എന്ത് ചെയ്യുക, സറണ്ടർ ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കുന്നത് ദ ടവർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ പ്രണയത്തിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓഫ് കപ്സ് പരമായിട്ട് നല്ല സത്യസന്ധതയോടുള്ള ഒരു പ്യുവർ ഒരു ബോണ്ടിങ് ഉള്ളൊരു ലവ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ ഇനി വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും തീർന്നിട്ട് ആ പേഴ്സണെ എന്ത് ചെയ്യും, അതിനൊരു ടൈമിംഗ് ഉണ്ട്, ഓരോ ടൈമിംഗ് ഉണ്ടല്ലോ, നമ്മൾ ഓരോ ദിവസത്തിൻ്റെയും ഓരോ എന്താ പറയുക, ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു കല്യാണ പരിപാടിക്കാണെങ്കിൽ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകും അല്ലേ, അതേപോലെ തന്നെ മരണ വീട്ടിലാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, സാധാ കാഷ്വലായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് പോകും. അപ്പോൾ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് അത് മാറണം. അതേപോലെ തന്നെയാണ് നിങ്ങളത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സന്ദർഭം അനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതാണ് യൂണിവേഴ്സ് പറഞ്ഞത് ക്ഷമ പാലിക്കുക പറഞ്ഞത്. നിങ്ങൾ എന്താ ചെയ്യുക, അഗ്രസീവായിട്ട് നിങ്ങളുടെ തോട്ടവും ചിന്തയും അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടെ കാര്യം ചെയ്യുക. അവർ വരുമ്പോൾ വരട്ടെ. ഓക്കെ, അതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ടെൻഷൻ അടിച്ചിരിക്കുന്ന കാര്യമൊന്നുമില്ല. അവർ വരും, അവർക്കൊരു ടൈം കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അവരെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നീതി കിട്ടണം, ഞാൻ എന്താണോ പ്രവർത്തിച്ചത് അതിനനുസൃതമായിട്ടുള്ള നമ്മൾ കർമ്മ എന്ന് പറയില്ലേ, ആ ഒരു കർമ്മൻ്റെ പേരിലാണ് ഇവരെ തോട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിൽ നിന്ന് എന്തോ ഹൈഡ് ചെയ്ത കാര്യങ്ങളും ഒക്കെ മറച്ചു വെച്ചതും അതിനാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു സന്ദർഭം കിട്ടിയാൽ അവർ തുറന്ന് പറയാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറി നല്ല രീതിയിൽ ഈ ബോണ്ടിങ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരാഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രേ ഉള്ളൂ. ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഫുൾ മൂൺ നല്ല എനർജി ഉണ്ടായിരുന്നു. അധികം ബാഡായിരിക്കുക എന്ന് പറഞ്ഞാൽ ടിൻ ഫ്ലെയിമിനാണ്. എനിക്ക് അതിന് മുമ്പേ എനിക്ക് എനർജി പിക്ക് ചെയ്തിരുന്നു, ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് പോക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ഞാനതാണ് ലൈവിലൊന്നും വരാത്തത്, ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൊന്ന് റീഡിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഒരുപാട് തരുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും നന്ദിയുണ്ട്. താങ്ക് യു ഫോർ